എല്ലാവർക്കും PYQ സ്റ്റഡീസ് ടുഡേയിലേക്ക് സ്വാഗതം. കാറ്റഗറി നമ്പർ 68/22 10th പ്രിലിംസിന്റെ തേർഡ് സ്റ്റേജിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 30 ക്വസ്റ്റ്യൻസ് ആണ് ഇതുവരെ ചെയ്തത്. 31 മുതലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. 31ാമത്തെ ചോദ്യം, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കപ്പെട്ട വർഷം ഏതാണ്? 1885. 1885 ഡിസംബർ 28-നാണ് INC രൂപീകരിക്കുന്നത്. INCയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട സിദ്ധാന്തം ഏതാ? സുരക്ഷാ വാൽവ് സിദ്ധാന്തം അല്ലെ, സേഫ്റ്റി വാൽവ് തിയറി. INCയുടെ സ്ഥാപകനാണ് ആര്? AO ഹ്യൂം. ആരാ സ്ഥാപകൻ? AO ഹ്യൂം. അദ്ദേഹമായിരുന്നു ആദ്യ സെക്രട്ടറി. INCയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു ആര്? WC ബാനർജി. INCയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? WC ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യകാല നാമം എന്തായിരുന്നു? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു. എന്താണ്? ഇന്ത്യൻ നാഷണൽ യൂണിയൻ എന്നായിരുന്നു ആദ്യകാല നാമം. ഇതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേര് നിർദ്ദേശിച്ചത് ദാദാഭായ് നവറോജിയാണ്. അപ്പൊ INC എന്ന പേര് നിർദ്ദേശിച്ച ആരാ? ദാദാഭായ് നവറോജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിന് വേദിയായത് ബോംബെ ആയിരുന്നു. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ആയിരുന്നു വേദി. പൂനെയിൽ വെച്ചായിരുന്നു നടത്താൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ പ്ലേഗ് പകർച്ചവ്യാധിയെ തുടർന്ന് എന്ത് ചെയ്തു? ബോംബെയിലേക്ക് മാറ്റി. ആദ്യ സമ്മേളനത്തിൽ എത്ര പേരാ പങ്കെടുത്തത്? INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം 72 ആണ്. ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആയിരുന്നു ആര്? ബാരിസ്റ്റർ GP പിള്ള. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. 32ാമത്തെ ചോദ്യം നോക്കാം. മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? മഹാത്മാഗാന്ധി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതായിരുന്നു? ഏതാണ് ആദ്യ സത്യാഗ്രഹം ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം എന്നാ നടക്കുന്നേ? 1917 ബീഹാറിലാണ് നടക്കുന്നത് അല്ലെ. 1917 ബീഹാറിലാണ് നടക്കുന്നത്. ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ പ്രാദേശിക നേതാവ് ആരായിരുന്നു? രാജ്കുമാർ ശുക്ല. ആരാണ് പ്രാദേശിക നേതാവ്? ആരാണ്? രാജ്കുമാർ ശുക്ല. തിങ്കതീയ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഏതെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഏതാ? തിങ്കതീയ സമ്പ്രദായവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്ഷോഭം അത് ചമ്പാരൻ സത്യാഗ്രഹം തന്നെയാണ്. ഇനി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ നിരാഹാര സമരം ഏതാ? അത് അഹമ്മദാബാദ് മിൽ സമരമാണ്. 1918 നടന്ന അഹമ്മദാബാദ് മിൽ സമരമാണ്. പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ട് നടന്ന സമരമാണ് എന്ത്? അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുന്നത്. 33ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? INCയുടെ 1929 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ് ചോദിച്ചേക്കുന്നത്. ആരാണ്? ജവഹർലാൽ നെഹ്റു അല്ലെ. 29 ലാഹോർ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 29 ലാഹോർ സമ്മേളനം. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INCയുടെ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. അതുപോലെ തന്നെ 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടാൻ തീരുമാനിച്ചതും 1929 ലാഹോർ സമ്മേളനത്തിലാണ്. 1930 ജനുവരി 26 സ്വാതന്ത്ര്യ ദിനമായിട്ട് കൊണ്ടാടാൻ തീരുമാനിച്ച സമ്മേളനം ഏതാണ്? 1929 ലാഹോർ സമ്മേളനത്തില്. ഇനി ഇവിടെ മോത്തിലാൽ നെഹ്റു തന്നിട്ടുണ്ട് അല്ലെ. മോത്തിലാൽ നെഹ്റു അധ്യക്ഷനായ സമ്മേളനം ഏതാ? 1928 കൊൽക്കത്ത സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു മോത്തിലാൽ നെഹ്റു. അപ്പൊ 28 മോത്തിലാൽ നെഹ്റു, 29 ജവഹർലാൽ നെഹ്റു. അച്ഛനും മകനും അടുത്തടുത്ത വർഷങ്ങളിൽ അല്ലെ. ഇനി മഹാത്മാഗാന്ധി തന്നിട്ടുണ്ട്. മഹാത്മാഗാന്ധി അധ്യക്ഷനായിട്ടുള്ള സമ്മേളനം ഏതാ? 1924 ബെൽഗാം സമ്മേളനത്തിലായിരുന്നു മഹാത്മാഗാന്ധി അധ്യക്ഷനായിരുന്നത്. ഇവിടെ പിന്നെ CR ദാസിനെ നൽകിയിട്ടുണ്ട്. CR ദാസ് അധ്യക്ഷനായിരുന്നത് 1922 ഗയ സമ്മേളനത്തിലാണ്. 1922 ഗയ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ആര്? CR ദാസ്. ഈ ഗയ സമ്മേളനത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിച്ച INC സമ്മേളനമാണ് ഏത്? ഗയ സമ്മേളനം. 22 ഗയ സമ്മേളനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 34ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഇന്ത്യയിലെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? നമ്മൾ എത്ര ക്വസ്റ്റ്യൻ നോക്കിയല്ലേ ഇപ്പം. അത് ഫസൽ അലി. ഓപ്ഷൻ ഡി ഫസൽ അലി. ആരൊക്കെയായിരുന്നു മൊത്തം അംഗങ്ങള്? ഫസൽ അലി, പിന്നെയോ HN കുൻസ്രു, സർദാർ KM പണിക്കര്. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിലെ അംഗങ്ങളായിരുന്നു ആരൊക്കെ? ഫസൽ അലി, HN കുൻസ്രു,
സർദാർ KM പണിക്കർ. അതിൽ അധ്യക്ഷൻ ചോദിച്ചാല് ഫസൽ അലി. VP മേനോൻ തന്നിട്ടുണ്ട്. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്നു ആര്? മലയാളിയായ VP മേനോൻ. നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളിയാണ് VP മേനോൻ. ഇനി ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് ആര്? BR അംബേദ്കർ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന വ്യക്തിയാണ് BR അംബേദ്കർ. അദ്ദേഹം ഭരണഘടനയുടെ ശില്പി എന്നാണ് അറിയപ്പെടുന്നത്. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ. 35ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരായിരുന്നു? ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? കഴ്സൺ പ്രഭു. ഓപ്ഷൻ സി, കഴ്സൺ പ്രഭു ആണ് ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി. ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് 1905 ജൂലൈ 20-നാണ്. ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16-ന്. ഇപ്പൊ പ്രഖ്യാപിച്ചത് എന്നാണ് 1905 ജൂലൈ 20-ന്. നിലവിൽ വന്നത് എന്നാണ് 1905 ഒക്ടോബർ 16-ന്. നിലവിൽ വരുമ്പോഴത്തെ വൈസ്രോയി മിന്റോ സെക്കൻഡ് ആയിരുന്നു. ആരാണ്? മിന്റോ പ്രഭു സെക്കൻഡ് ആയിരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോഴത്തെ വൈസ്രോയി. ഇനി ബംഗാൾ വിഭജനം റദ്ദ് ചെയ്തത് എന്നാ? 1911. റദ്ദ് ചെയ്തത് 1911-ലാണ്. റദ്ദ് ചെയ്ത വൈസ്രോയി ആണ് ഹർഡിഞ്ച് സെക്കൻഡ്. റദ്ദ് ചെയ്ത വൈസ്രോയി ആരാണ്? ഹർഡിഞ്ച് സെക്കൻഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1857-ലെ കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? 1857-ലെ കലാപത്തിന് നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതാണ്? കാൺപൂര്. ഓപ്ഷൻ ബി, കാൺപൂര്. ഡൽഹിയിൽ ആരാണ് നേതൃത്വം നൽകിയത്? ബഹദൂർ ഷാ സെക്കൻഡ് അല്ലെ. ഡൽഹിയിൽ നേതൃത്വം നൽകിയത് ബഹദൂർ ഷാ സെക്കൻഡ്. ഔദില് ബീഗം ഹസ്രത്ത് മഹലായിരുന്നു. ഝാൻസിയില് റാണി ലക്ഷ്മിഭായിയും. ഝാൻസിയിൽ ആരായിരുന്നു? റാണി ലക്ഷ്മിഭായിയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? ക്ഷമിക്കണം, അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? 37ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗത്തിന്റെ പേരെന്തായിരുന്നു? വനിതാ വിഭാഗത്തിന്റെ പേരെന്താ? ഝാൻസി റാണി റെജിമെന്റ് അല്ലെ, അല്ലെങ്കിൽ റാണി ഝാൻസി റെജിമെന്റ് എന്നായിരുന്നു വനിതാ വിഭാഗത്തിന്റെ പേര്. ഓപ്ഷൻ എ. ഈ ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയത് ആരാ? അതായിരുന്നു ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാള്. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമാണ് ഝാൻസി റാണി റെജിമെന്റ്. ഝാൻസി റാണി റെജിമെന്റിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാള്. അടുത്ത ക്വസ്റ്റ്യൻ. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതായിരുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയതാണ്. സന്താൾ കലാപം നടന്ന പ്രദേശം ഏതാ? രാജ്മഹൽ കുന്നുകള്. എന്നാ നടക്കുന്നത് സന്താൾ കലാപം? 1855-56 വർഷങ്ങളിലാണ് സന്താൾ കലാപം നടക്കുന്നത്. സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരൊക്കെയായിരുന്നു? സിദ്ധു, കാനു. ആരൊക്കെയാണ്? സിദ്ധു, കാനു എന്നിവരാണ് സന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത്. ഇനി സന്താൾ കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരായിരുന്നു? നമ്മൾ അതും കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ആരായിരുന്നു? രണജിത്ത് ഗുഹ. സന്താൾ കലാപത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന എലമെന്ററി ആസ്പെക്ട്സ് ഓഫ് പെസന്റ് ഇൻസർജൻസി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ് രണജിത്ത് ഗുഹ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ളതിൽ ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതായിരുന്നു? ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഇതില് മറാത്ത. ഓപ്ഷൻ ഡി, മറാത്ത പത്രം ആരാണ്? ബാലഗംഗാധര തിലകനാണ് അല്ലെ. ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹം ആരംഭിച്ച പത്രമാണ് ഇത്, മറാത്ത. ഇനി മറാത്ത ഭാഷയില് ബാലഗംഗാധര തിലകൻ ആരംഭിച്ച പത്രം ഏതാ? അത് കേസരി. അപ്പോ ഇംഗ്ലീഷ് ഭാഷയിൽ ആരംഭിച്ചാണ് മറാത്ത. മറാത്ത ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് കേസരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? സ്വതന്ത്ര ഇന്ത്യ ബൊക്കാറോയിൽ സ്ഥാപിച്ച ഇരുമ്പുരുക്ക് വ്യവസായശാലയ്ക്ക് സഹായം നൽകിയ വിദേശ രാഷ്ട്രം ഏതായിരുന്നു? ആരാ? സോവിയറ്റ് യൂണിയൻ അല്ലെ. ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. ബൊക്കാറോ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാ? അത് ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് ബൊക്കാറോ സ്ഥിതി ചെയ്യുന്നത്. 1964-ലാണ് ബൊക്കാറോ സ്ഥാപിക്കുന്നത്. 1964. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത്. താലൂക്കോ? സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏതാ? മണ്ണാർക്കാട് താലൂക്ക്. താലൂക്ക് ഏതാണ്? മണ്ണാർക്കാട് താലൂക്ക്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് ഏത്?
സിംഹവാലൻ കുരങ്ങ്. സംരക്ഷിക്കപ്പെടുന്ന മൃഗം സിംഹവാലൻ കുരങ്ങ്. സിംഹവാലൻ കുരങ്ങിന്റെ ശാസ്ത്രീയനാമമാണ് എന്ത്? മക്കാക്ക സിലനസ്. ശാസ്ത്രീയനാമം മക്കാക്ക സിലനസ്. കേരളത്തിലെ ഏക കന്യാവനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏക കന്യാവനം ഏതാണ്? സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ചുവടെ തന്നിട്ടുള്ളതിൽ കേരളത്തിന്റെ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? ഏതാ? കബനി. കബനി നദിയാണ് കിഴക്കോട്ടൊഴുകുന്നത്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികൾ ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാറ് അല്ലെ, 3 നദികൾ. കബനി, ഭവാനി, പാമ്പാറ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നദിയാണ് കബനി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്നതിൽ ഏറ്റവും വലിയ നദിയാണ് കബനി. കബനി നദിയുടെ ആകെ നീളം 240 കിലോമീറ്റർ ആണ്. പക്ഷെ കേരളത്തിലൂടെ എത്ര കിലോമീറ്റർ ഒഴുകുന്നുള്ളൂ? 56.6 കിലോമീറ്റർ. കബനിയുടെ ആകെ നീളം 240 കിലോമീറ്റർ. കേരളത്തിലൂടെ ഒഴുകുന്നത് 56.6 കിലോമീറ്റർ. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകയിലേക്ക് ഒഴുകുന്ന നദിയാണ് കബനി നദി. എവിടുന്ന ഉത്ഭവം? കേരളത്തിൽ നിന്ന്. എങ്ങോട്ടേക്കാണ് ഒഴുകുന്നത്? കർണാടകത്തിലേക്കാണല്ലോ ഒഴുകുന്നത്. കബനി നദി ഒഴുകുന്ന കേരളത്തിലെ ജില്ല വയനാടാണ്. അതുപോലെ കുർവാദ്വീപ് സ്ഥിതി ചെയ്യുന്നതും കബനി നദിയിലാണ്. വയനാട് ജില്ലയിലാണ്. അതുപോലെ കുർവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഏത്? നാഗർഹോള ദേശീയോദ്യാനം. കർണാടകയിലെ നാഗർഹോള ദേശീയോദ്യാനമാണ് കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം. കബനി നദി പതിക്കുന്നത് എവിടെയാ? കർണാടകയിൽ വെച്ചിട്ട് കാവേരി നദിയിൽ പതിക്കും അല്ലെ. കബനി നദി പതിക്കുന്നത് കാവേരി നദിയിൽ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്ന ദിവസം ഏതാണ്? കേരളത്തിൽ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം 1. ഓപ്ഷൻ എ, ചിങ്ങം 1. ദേശീയ കർഷക ദിനം എന്നാ? ദേശീയ കർഷക ദിനം ഡിസംബർ 23 ദേശീയ കർഷക ദിനം എന്നാണ്? ഡിസംബർ 23. 44ാമത്തെ ക്വസ്റ്റ്യൻ. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം ജില്ല. ഓപ്ഷൻ സി, കൊല്ലം ജില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം അല്ലെ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട തടാകം. കായലുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ഏതാണ്? ശാസ്താംകോട്ട തടാകമാണ്. അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലുള്ളതാണ് എന്ത്? ശാസ്താംകോട്ട തടാകം. ആകൃതി എന്താ? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിന്റെ ആകൃതിയിലാണ്. ഇനി ശാസ്താംകോട്ട തടാകത്തിന്റെ റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് ഏത് വർഷമാണ്? റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2002 ശാസ്താംകോട്ട തടാകം റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഏതാണ്? 2002. 45ാമത്തെ ക്വസ്റ്റ്യൻ. ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാണ്? ചുവടെ തന്നിട്ടുള്ളതിൽ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച മലയാളി കായിക താരം ആരാ? KM ബീനാമോൾ. ഓപ്ഷൻ ബി, KM ബീനാമോള്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വ്യക്തി ആരാ? ആദ്യ വ്യക്തി വിശ്വനാഥൻ ആനന്ദാണ്. ആദ്യം ആർക്കാ ലഭിക്കുന്നത്? വിശ്വനാഥൻ ആനന്ദിന്. ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വനിത കർണം മല്ലേശ്വരിയാണ്. ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വനിത ചോദിച്ചാൽ കർണം മല്ലേശ്വരി. ആദ്യ മലയാളി KM ബീനാമോള്. രണ്ടാമത്തെ മലയാളി ആരാ? അത് അഞ്ജു ബോബി ജോർജ്. ഖേൽരത്ന അവാർഡ് ലഭിച്ച രണ്ടാമത്തെ മലയാളി അഞ്ജു ബോബി ജോർജ്. ആദ്യ മലയാളി പുരുഷ താരം ആരാ? ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ മലയാളി പുരുഷ താരം PR ശ്രീജേഷ്. ഹോക്കി താരമായ PR ശ്രീജേഷ് ആണ് ആദ്യമായിട്ട് ഖേൽരത്ന അവാർഡ് ലഭിക്കുന്ന മലയാളി പുരുഷ താരം. ഇനി ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ ഹോക്കി താരം ധൻരാജ് പിള്ളയാണ്. ആരാണ്? ആദ്യ ഹോക്കി താരമാണ് ധൻരാജ് പിള്ള. ആദ്യ വനിതാ ഹോക്കി താരം റാണി രാംപാലാണ്. ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വനിതാ ഹോക്കി താരം റാണി രാംപാൽ. ആദ്യ ക്രിക്കറ്റ് താരമാണ് സച്ചിൻ തെണ്ടുൽക്കർ. ആദ്യ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ ആണ്. രണ്ടാമത്തെ ക്രിക്കറ്റ് താരമാണ് MS ധോണി. രണ്ടാമത്തെ ക്രിക്കറ്റ് താരം MS ധോണി. ആദ്യ വനിതാ ക്രിക്കറ്റർ ആരാ? ഖേൽരത്ന അവാർഡ് ലഭിച്ച ആദ്യ വനിതാ ക്രിക്കറ്റർ മിതാലി രാജ്. ആദ്യ വനിതാ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ. ആദ്യ വനിതാ ക്രിക്കറ്ററാണ് ആര്? മിതാലി രാജ്. ആദ്യ വനിതാ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാള്. രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്ങനെ? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ് അല്ലെ. ഇപ്പൊ അതിന്റെ പേര് എങ്ങനെയാണ്? മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് എന്നാണ്. 46ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല. ചേറ്റുവ മത്സ്യബന്ധന തുറമുഖം സ്ഥിതി ചെയ്യുന്ന ജില്ല
തൃശ്ശൂർ. ഓപ്ഷൻ ഡി തൃശ്ശൂർ. 47ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ഏത്? പള്ളിവാസൽ അല്ലെ. പള്ളിവാസൽ പദ്ധതി കമ്മീഷൻ ചെയ്തത് 1940-ലാണ്. ഏത് ജില്ലയിലാ പള്ളിവാസല്? ഇടുക്കി ജില്ലയില്. ഏത് നദി? മുതിരപ്പുഴ. അപ്പൊ പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി, നദി മുതിരപ്പുഴ. ഇവിടെ ഇടമലയാർ വന്നിട്ടുണ്ട്. ഇടമലയാർ ഏത് ജില്ലയിലാ? എറണാകുളം ജില്ലയില്. പെരിങ്ങൽകൂത്തോ? പെരിങ്ങൽകൂത്ത് തൃശ്ശൂർ ജില്ലയിലും. 48ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണ് ഉള്ളത്? കേരളത്തിൽ നിലവിൽ എത്ര അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളാണുള്ളത്? 4 ഓപ്ഷൻ സി 4. ഏതൊക്കെയാണ്? തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം, പിന്നെ കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം, അത് സ്ഥിതി ചെയ്യുന്നത് നെടുമ്പാശ്ശേരിയില്. പിന്നെയോ കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം. കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന എവിടെയാ? കരിപ്പൂരില്. പിന്നെയോ ലാസ്റ്റ് 4ാമത് വന്നത് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം, സ്ഥിതി ചെയ്യുന്നത് മൂർഖൻ പറമ്പിലാണ്. കേന്ദ്ര സർക്കാരിന്റെ ഉഡാൻ പദ്ധതിയിൽപ്പെടുത്തി നിർമ്മിച്ചതാണ് കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? അതിന് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? കേരള ആരോഗ്യ സർവകലാശാല സ്ഥിതി ചെയ്യുന്ന സ്ഥലം തൃശ്ശൂര്. ഓപ്ഷൻ ഡി തൃശ്ശൂര്. 50ാമത്തെ ക്വസ്റ്റ്യൻ, എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാര്? എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയത് പ്രൊഫസർ KV തോമസ്. എന്റെ കുമ്പളങ്ങി എന്ന പുസ്തകം എഴുതിയതാരാണ്? പ്രൊഫസർ KV തോമസ്. 51ാമത്തെ ക്വസ്റ്റ്യൻ, കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതായിരുന്നു? കിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ഏതാണ്? കീഴരിയൂർ ബോംബ് കേസ്. ഓപ്ഷൻ സി കീഴരിയൂർ ബോംബ് കേസ്. 1942 നവംബർ 17-നാണ് കീഴരിയൂർ ബോംബ് കേസ് നടക്കുന്നത്. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട പ്രധാന വ്യക്തി ഏതാ? പ്രധാന വ്യക്തി ഡോക്ടർ KB മേനോൻ. കീഴരിയൂർ ബോംബ് കേസുമായിട്ട് ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചതാരാ? കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത് VA കേശവൻ നായർ. VA കേശവൻ നായരാണ് ഇരുമ്പഴിക്കുള്ളിൽ എന്ന ഗ്രന്ഥം രചിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം? തിരുവിതാംകൂർ കൊച്ചി സംയോജനം നടന്ന വർഷം 1949. 1949 ജൂലൈ 1-നാണ് തിരുക്കൊച്ചി സംസ്ഥാനം നിലവിൽ വരുന്നത്. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖനായിരുന്നു ആര്? ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ രാജപ്രമുഖനാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആരാ? ആദ്യ മുഖ്യമന്ത്രി ആയിരുന്നു പറവൂർ TK നാരായണപിള്ള. തിരുക്കൊച്ചി സംസ്ഥാനത്തെ ആദ്യ മുഖ്യമന്ത്രി ആയിരുന്നു പറവൂർ TK നാരായണപിള്ള. അവസാനത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? അവസാനത്തേത് പനമ്പള്ളി ഗോവിന്ദമേനോൻ ആയിരുന്നു. അവസാനത്തെ മുഖ്യമന്ത്രി ആയിരുന്നു ആര്? പനമ്പള്ളി ഗോവിന്ദമേനോൻ. 53ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളി ആരായിരുന്നു? അധ്യക്ഷനായിരുന്ന ഒരേ ഒരു മലയാളിയാണ് ചോദിച്ചിരിക്കുന്നത്. സി ശങ്കരൻ നായർ. ഓപ്ഷൻ എ സി ശങ്കരൻ നായർ. ഏത് സമ്മേളനത്തിലായിരുന്നു ഇദ്ദേഹം അധ്യക്ഷത വഹിച്ചത്? 1897 അമരാവതി സമ്മേളനത്തിൽ അല്ലെ. 1897 അമരാവതി സമ്മേളനത്തിലാണ് മലയാളിയായ സി ശങ്കരൻ നായർ അധ്യക്ഷത വഹിക്കുന്നത്. INC സമ്മേളനത്തിൽ പങ്കെടുത്ത ആദ്യ മലയാളിയാണ് ആര്? ബാരിസ്റ്റർ GP പിള്ള. അധ്യക്ഷനായ ഒരേ ഒരു മലയാളിയാണ് സി ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 54ാമത്തെ ക്വസ്റ്റ്യൻ, ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആരായിരുന്നു? ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദൻ. ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാ സംഘം എന്നാ സ്ഥാപിക്കുന്നത്? 1917. 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത്. ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം. മുഖപത്രം ഏതാണ്? അഭിനവ കേരളം. എന്നാല് ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ആത്മവിദ്യാ കാഹളമായിരുന്നു. ആത്മവിദ്യാ സംഘത്തിന്റെ പ്രവർത്തനങ്ങളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ച വാരിക ഏതാണ്? അത് ആത്മവിദ്യാ കാഹളം. 55ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാകുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ആര്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക എന്ന് ഉദ്ബോധിപ്പിച്ചത് ശ്രീനാരായണ ഗുരു. ഓപ്ഷൻ എ ശ്രീനാരായണ ഗുരു.
അപ്പോൾ നമ്മൾ ഇന്ന് 55 ക്വസ്റ്റ്യൻസ് വരെയാണ് ചെയ്യുന്നത്. ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലെ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം.